ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ 10ാം വാർഷികം. അതിനുവേണ്ടി ഖത്തറിലെ മലയാളികളെ ഫുള്ള് ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഖത്തറിൽ ഒരു വെള്ളിയാഴ്ച, അതായത് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ ദിനത്തിൽ ഖത്തർ മലയാളീസ്, ഒട്ടുമിക്ക മലയാളീസും ഉണ്ടായത് ഈ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഖത്തർ മലയാളീസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ 10ാം വാർഷികം ഒരു ഗംഭീര പൂരം സമ്മാനിച്ചിട്ട് അങ്ങോട്ട് കടന്നുപോയി. നമുക്ക് ശരിക്കുള്ള ആനയൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്ത കാരണം അങ്ങടും അവിടെയും ഇവിടെയായിട്ട് ഫ്ലക്സിൽ നല്ല അടിപൊളി ആനകൾ ഉണ്ടായിരുന്നു. ഒരു പൂരത്തിന്റെ പ്രതീതി, അതായത് സ്റ്റാളുകള്, കളിപ്പാട്ടങ്ങള്, തെരുവ് കച്ചവടക്കാര്, കോലൈസ് വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നവർ, അങ്ങനെ ഒരു ഗംഭീര സെറ്റപ്പാണ് അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത്. Bingo. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ ഈ ഒരു പൂരത്തിന്റെ വൈബ് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചു. ഒരു തല്ലും വക്കാണും ഇല്ല, നല്ല ഡീസന്റ് ആയിട്ട് ആൾക്കാർ വന്ന് പൂരം കൂടി പോയി അർമാദിച്ച് അടിച്ച് പൊളിച്ചു. ഒരു ഭാഗത്ത് കടകളും കച്ചവടവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ മറുഭാഗത്ത് വലിയ സ്റ്റേജിൽ കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പുതിയ പുതിയ ബാൻഡ്, ഡാൻസ്, അതുപോലെ കളരിപ്പായിട്ട്, അങ്ങനെ കേരളത്തിന്റെ തനതായ പല കലകളും നമുക്ക് ആ സ്റ്റേജിൽ കാണാൻ പറ്റും. ചെണ്ടമേളം, മഞ്ഞപ്പഴയുടെ ബാൻഡ് സെറ്റ്, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ കുറെ പരിപാടികളുണ്ടായിരുന്നു. രാത്രിയായി പൊളിക്കും ആ സ്കൂൾ ഗ്രൗണ്ട് ശരിക്കും ഒരു ഉത്സവ പൂരപ്പറമ്പ എന്നുള്ളതാണ്. സൂചി കുത്താനായിട്ട് ഉണ്ടാവില്ല എന്ന് പറയില്ല, അതുപോലെയായിരുന്നു തിരക്ക്. വണ്ടി ഡാൻസ് അല്ലാണ്ട് ആൾക്കാർ അങ്ങറ്റത്തെ എവിടെയും കണ്ടൊക്കെ ഇട്ടിട്ടാണ് നടന്നു വന്നേക്കുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരം മിസ്സായിരിക്കും. നാട്ടിലിപ്പോൾ പൂരം സീസൺ, ആ പൂരം മിസ്സായിരിക്കും. ഒരു അടിപൊളി ഒരു ഖത്തർ പൂരം കൂടാൻ പറ്റും. പ്രായഭേദമന്യേ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചുപോയി. ഇത്ര നല്ല വൈബോടുകൂടി ഒരു പൂരം ഒരുക്കിയ ഖത്തർ മലയാളീസ് ഓർഗനൈസിംഗ് ടീമിന് അഡ്മിൻ മെമ്പേഴ്സ് എ ബിഗ് സല്യൂട്ട്. അടിപൊളി പരിപാടി, കിട്ടില്ല പരിപാടി. സബ്സ്ക്രൈബ് ചെയ്യിക്കാത്തൊരു പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കോട്ടെ. ബീമിൻസ് വ്ളോഗ്സ്.